ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ വിലക്കിയതിൽ വിവാദം കൊഴുക്കുന്നു. നടപടി RSS അജണ്ടയുടെ ഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരോപിച്ചു. ഉമ്മൻചാണ്ടിയുടെ അയോഗ്യതയെക്കുറിച്ച് ലഭിച്ച തെളിവെന്തെന്ന് കേന്ദ്രം വ്യക്തമാക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും വ്യക്തമാക്കി. എന്നാൽ വിശദീകരണം നൽകേണ്ടത് സംഘാടകരെന്ന് BJP സംസ്ഥാന നേതൃത്വം അറിയിച്ചു. അതേസമയം ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിനായി തയ്യാറാക്കിയ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ശിലാഫലകം എടുത്തുമാറ്റി. ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങളിലൂടെയും ആരോപണങ്ങളിലൂടെയും ഒക്കെ തന്നെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നാളെ നരേന്ദ്രമോദി കൂടി എത്തുന്നു. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം MS കുമാർ BJP നേതാവ്, പഴകുളം മധു KPCC സെക്രട്ടറി, PM മനോജ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഒപ്പം തന്നെ മറ്റൊരു മാധ്യമപ്രവർത്തകൻ കൂടിയ A സജീവനും തത്സമയം ചേരുന്നു. ഒപ്പം വക്കം പുരുഷോത്തമൻ ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേരും, മുതിർന്ന കോൺഗ്രസ് നേതാവ്. ആദ്യം PM മനോജിലേക്ക്. PM മനോജ്, എന്തായാലും വിവാദങ്ങളൊന്നും തന്നെ വിട്ടൊഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ വ്യക്തമായി ഒരു പക്ഷേ നിങ്ങളൊക്കെ പറയുന്ന തരത്തിൽ ഒരു അജണ്ടയോടുകൂടി മോഡിയെത്തുന്നു. ഈ ഒരു അനാച്ഛാദനം നടക്കുക ഒരു പക്ഷേ അവിടെ അനാച്ഛാദനം ചെയ്യപ്പെടുക ആർ ശങ്കറിൻ്റെ പ്രതിമയല്ല, പകരം RSSൻ്റെ അജണ്ടയാണ്. ഇപ്പോഴും എന്തുകൊണ്ട് രാഷ്ട്രീയമായ ഒരു പക്ഷേ ആരോപണങ്ങളിലൂടെ മാത്രം കടന്നു പോകുന്നു? കാര്യങ്ങൾക്കൊരു വ്യക്തത പോരാ. ഇക്കാര്യത്തിലൊന്നും തന്നെ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും വ്യക്തമായ മറുപടിയിലേക്കൊന്നും തന്നെ പോകുന്നില്ല. പൊതുവെ വിലയിരുത്തപ്പെടുമ്പോൾ ഇന്ന് പിണറായി വിജയൻ അടക്കം നടത്തിയ പ്രതികരണങ്ങളുടെ കണ്ണോടിച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞോളൂ PM മനോജ്. ഹലോ, പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദി ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ സംസ്ഥാന സന്ദർശനത്തിൻ്റെ പൊതുപരിപാടിയിൽ ആധ്യക്ഷം വഹിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഇവിടെ അതുണ്ടാകുന്നില്ല. ഈ പരിപാടിയിലേക്ക് ശ്രീ ആർ ശങ്കറിൻ്റെ പ്രതിമ കൊല്ലം SN കോളേജിൽ അനാച്ഛാദനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ SNDP ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കൊടുത്ത കത്ത് കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പ്രധാനമന്ത്രിക്ക് കൈമാറുന്നത്. അദ്ദേഹത്തിൻ്റെ ശുപാർശ അനുസരിച്ചിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേര് വെച്ച് നോട്ടീസ് അച്ചടിച്ചു. അദ്ദേഹം അധ്യക്ഷത വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ക്ഷണക്കത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ബോർഡ് വെച്ചു, ഫ്ലക്സ് ബോർഡ് വെച്ചു, ശിലാഫലകം പോലും തയ്യാറാക്കി. അതിനുശേഷമാണ് നേരത്തെ നരേന്ദ്രമോദിയെ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടാൻ ഉമ്മൻചാണ്ടി വേണമായിരുന്നു എങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി വേണ്ട എന്ന് വെള്ളാപ്പള്ളി നടേശൻ തീരുമാനിക്കുന്നത്. അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്. ആ അവസ്ഥ സൂചിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ RSSൻ്റെ അജണ്ട, ആ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമം, മറുഭാഗത്ത് കേരളം എന്ന സംസ്ഥാനം, ഈ കേരള സംസ്ഥാനം ഏതെങ്കിലും ഒരു അടിമ ഉടമ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉടമ ഡൽഹിയിലിരിക്കുന്ന കേന്ദ്ര ഭരണവും BJP ഭരണവും അടിമകൾ ഇവിടെയുള്ള കേരളീയരുമല്ല. ഇത് ഏതെങ്കിലും സാമന്ത രാജ്യം പോലെയല്ല ഫെഡറൽ സംവിധാനം. ഇവിടെ ഈ ഫെഡറൽ തത്വങ്ങൾ, ഇന്ത്യയുടെ ഭരണഘടന, ഇതൊക്കെ അതിലംഘിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. യോഗ്യനാണോ അല്ലയോ എന്നുള്ളത് വേറെ വിഷയം. യോഗ്യനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ പോലും അത് തിരുത്താൻ അടുത്ത 4.5 മാസം കൂടി വേണം കേരളത്തിലെ ജനങ്ങൾക്ക്. ആ 4.5 മാസം കഴിയുന്നതുവരെ മുഖ്യമന്ത്രി തന്നെയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു നേതാവ്, BJPയുടെ തിണ്ണയിലിരിക്കുന്ന ഒരു നേതാവാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹമാണ് പറയുന്നത് നിങ്ങൾ വരേണ്ട എന്ന്. അത്തരമൊരു ദയനീയമായ അവസ്ഥ. മനോജ്, ആ ദയനീയ അവസ്ഥ എന്ന ആ ഒരു ചോദ്യത്തിലേക്ക് അവിടെ ദയവായി താങ്കൾ നിർത്തുക. ശ്രീ പഴകുളം മധു, ആ ഒരു ദയനീയ അവസ്ഥയിലേക്ക്, കാരണം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ്, KPCCയുടെ അധ്യക്ഷനായിരുന്ന ആൾ, മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി, ഇങ്ങനെ ഒട്ടേറെ പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ ആചാര്യൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെടുമ്പോൾ കൊല്ലത്തോ തിരുവനന്തപുരത്തോ പ്രാർത്ഥനാ സംഗമം നടത്തി അതിൻ്റെ അനുസ്മരണത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ഗതികേട് കോൺഗ്രസിനെ സംബന്ധിച്ച് യാതൊരു ഗതികേടുമില്ല. കോൺഗ്രസ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായി സ്മരിക്കുന്നത് പോലെ ആർ ശങ്കറിനെ ഇന്ന് ആദ്യമായി സ്മരിക്കുകയല്ല. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ മരണശേഷം എല്ലാ വർഷവും കോൺഗ്രസ് അദ്ദേഹത്തെ സ്മരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലും ചരമദിനത്തിലും KPCC ആസ്ഥാനത്തും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനങ്ങളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ച് ഞങ്ങൾ ആർ ശങ്കർ സാറിനെ സ്മരിക്കാറുണ്ട്. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. അദ്ദേഹം മൺമറഞ്ഞെങ്കിലും ഇന്നും ജീവിക്കുന്ന, കേരളത്തിലെ ലക്ഷക്കണക്കായ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മനസ്സിൽ ജീവിക്കുന്ന നേതാവാണ്.
ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നത് ചില ആൾക്കാരുടെ അല്പത്വമാണ്. ഇന്ത്യക്ക് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മുഖ്യമന്ത്രി നേരിട്ട് ക്ഷണിച്ച ഒരു ചടങ്ങിൽ നിന്നും പ്രധാനമന്ത്രി അറിവില്ലാതെയാണ് അദ്ദേഹത്തെ അതിൽ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടതെങ്കിൽ ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഈ സംസ്കാര സമ്പന്നമായ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അപ്പോൾ തന്നെ ആ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ്. ഇത് കോൺഗ്രസ് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. ഒരു പക്ഷേ ശ്രീ മധു കുറച്ചുകൂടെ അല്പം ഒരു 6 മാസം 7 മാസം പിന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ. കാരണം നിങ്ങൾ പറയുന്നത് പോലെ രണ്ടാം നിരയിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെയോ അല്ലാതെയോ ഇടപെടലിലൂടെ പോകേണ്ടി വന്ന അല്ലെങ്കിൽ ചില ആളുകളെയെങ്കിലും ഇപ്പോൾ പട്ടേലിനെ അടക്കം എടുത്ത് മുന്നോട്ട് വയ്ക്കുക, അത്തരം ബിംബങ്ങളെ ആവാഹിക്കാനും അല്ലെങ്കിൽ അവരെ സന്നിവേശിപ്പിക്കാനും പൾസ് തൊട്ടറിയാനുള്ള വ്യക്തമായ അജണ്ട അതാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പൾസ് തൊട്ടറിയുകയല്ല, ദേശീയ പ്രസ്ഥാനവുമായും സ്വാതന്ത്ര്യ സമരവുമായും യാതൊരു ബന്ധവുമില്ലാത്ത, പുലബന്ധം പോലുമില്ലാത്ത ആൾക്കാർ തങ്ങളുടെ ചേരിയിലുള്ള സംഘപരിവാർ ശ്രേണിയിലുള്ള നേതാക്കന്മാർ മൺമറഞ്ഞു പോയവരെ എടുത്തു കാണിച്ചാൽ ആകർഷണീയത കിട്ടില്ല എന്ന തിരിച്ചറിവ് മൂലം കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരെ അവരുടെ ഒരു വലിയ നേതാക്കന്മാരായി മാതൃകകളായി ബിംബങ്ങളായി എടുത്ത് ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് ഇന്ത്യയിലെ BJP. അത് നരേന്ദ്രമോദി കാണിക്കുന്ന ഒരു കൗശലമാണത്. ആ കൗശലം താൽക്കാലികമായ ലാഭം നേടുമെങ്കിലും കൗശലത്തിന് പുറകെ കേരളത്തിലെ പ്രബലമായ സമുദായമാണ്. അതുകൂടി അതിന്റെ ഗൗരവം കൂടി നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. സർദാർ വല്ലഭായ് പട്ടേലിനെ അദ്ദേഹം സത്യത്തിൽ ഈ തീവ്രമായ മതവികാരങ്ങൾക്കെതിരായിരുന്നു, ദേശീയവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ നഖശിഖാന്തം എതിർത്തിട്ട് അവസാനം അദ്ദേഹത്തിന് ഒരു പ്രതിമ സ്ഥാപിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ഞങ്ങളുടെ പിതാമകനാണെന്ന് അവകാശപ്പെടുന്നതിൽ പരം അല്പത്വം, ലജ്ജയില്ലായ്മ പിന്നെന്താണുള്ളത്? അതുകൊണ്ട് കോൺഗ്രസ് തരം താഴ്ന്നു പോകുന്ന എന്ത് കളിയും കളിക്കാം ഒരു പക്ഷേ ഈ ഒരു രാഷ്ട്രീയ നിലനിൽപ്പിലേക്ക് പോകേണ്ടി വരുമ്പോൾ. അതാണോ ഇവിടെയും സൂചിപ്പിക്കപ്പെടുന്നത്? PM മനോജ് ചൂണ്ടിക്കാട്ടിയതും ഇവിടെ മധു ചൂണ്ടിക്കാട്ടിയതും ഇനി ഒരുപക്ഷെ പറയാൻ പോകുന്ന സജീവനടക്കമുള്ളവർ എന്തായാലും അത് മുൻനിർത്തിയുള്ള കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത്. ഇതൊക്കെ പരിശോധിച്ചാൽ അത്തരമൊരു പാപ്പരത്തിലേക്ക് പോകേണ്ടി വരുമ്പോൾ ഇവിടെ പ്രോട്ടോകോൾ അടക്കം വേണ്ട, മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കരുത്, വ്യക്തമായ ഒരു അജണ്ട ഞങ്ങൾ നിശ്ചയിക്കുന്നു, അതിലൂടെ സഞ്ചരിക്കുക, ഇതാണോ? 2-3 ദിവസങ്ങളായി സങ്കല്പത്തിലൊരു ശത്രുവിനെ ഉണ്ടാക്കുക, എന്നിട്ട് അതിനോട് യുദ്ധം ചെയ്യുക, അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യമായി നേരത്തെ ശ്രീ മനോജ് സൂചിപ്പിച്ചതുപോലെ ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വരികയാണ്. അതിങ്ങനെ വിവാദമായത് സത്യം പറഞ്ഞാൽ നിർഭാഗ്യകരമാണ്. അങ്ങനെ വിവാദമാകാൻ പാടില്ലാത്തതാണ്. ഈ 2 ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ കേരളത്തിലെ മന്ത്രിമാർ കേന്ദ്രത്തിൽ പോയി പ്രധാനമന്ത്രി അടക്കം നിരവധി മന്ത്രിമാരെ കണ്ടു, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. ശ്രീ ഉമ്മൻചാണ്ടി അടക്കം കേന്ദ്രമന്ത്രിമാരെ കണ്ടതിന് ശേഷം പറഞ്ഞതെന്താ? തൃപ്തികരമായിരുന്നു, ആശാവഹമായിരുന്നു, കേരളത്തോട് നല്ല സമീപനമായിരുന്നു. ഇതൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരള സർക്കാരിനോട് മാത്രമല്ല എല്ലാ സർക്കാരുകളോടും പുലർത്തുന്ന മനോഭാവം. ഇവിടെ ഇങ്ങനൊരു പരിപാടി, പ്രതിമാ അനാച്ഛാദന പരിപാടി സംഘടിപ്പിച്ചത് BJP അല്ല. ആ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് BJP അല്ല. അതിൻ്റെ സംഘാടകർ ക്ഷണിച്ചു, അവരദ്ദേഹത്തെ ഒഴിവാക്കിയെന്ന് കേൾക്കുന്നു. ഇത് രണ്ടും BJP-യുമായി ഒരു ബന്ധവുമില്ല. എന്നിട്ടും ഇത് BJP-യുടെ പേരിൽ കെട്ടിവെക്കാനും ഇതിന് സമാധാനം BJP ഒരുപക്ഷെ അങ്ങനെ ഡൈവേർട്ട് ചെയ്യും. ഒരുപക്ഷെ BJP എല്ലാ ഉത്തരവാദിത്തങ്ങളെ കളയുമ്പോൾ ഇവിടെ പൊതുഭരണ വകുപ്പിൽ നിന്നും കാര്യങ്ങൾ പോകുന്നു, അവിടേക്ക് എത്തിയ ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വെട്ടിത്തിരുത്തലോടുകൂടി കാര്യങ്ങൾ വരുന്നു, ഒക്കെ കാര്യങ്ങളെല്ലാം സ്പഷ്ടമായിരുന്നു, വ്യക്തമായിരുന്നു. ഒരുപക്ഷെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയുടെ പേര് വെട്ടി അവിടെ വെള്ളാപ്പള്ളിയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഇത്രത്തോളം ഗുരുതരമായ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഇങ്ങനെ പ്രോഗ്രാം വെട്ടിമാറ്റി അവിടുത്തെ നിർദ്ദേശപ്രകാരമാണെന്ന് ആര് പറയുന്നു? ഈ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് തന്നെ അത് ഭൂഷണമാണോ? ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം കേരളത്തിൽ സംസ്ഥാന മന്ത്രിയായിരുന്ന ആളല്ലേ, അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ അധ്യക്ഷൻ ആരായിരിക്കും, മറ്റേ പ്രാസംഗികരായിരിക്കും എന്നൊക്കെ സാധാരണ നിലയിൽ നമ്മൾ അന്വേഷിക്കാറില്ലല്ലോ. വലിയൊരു പ്രസ്ഥാനം അവരുടെ ഏതെങ്കിലും പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ അധ്യക്ഷൻ നിശ്ചയിക്കുന്നതും അധ്യക്ഷനെ ഒഴിവാക്കുന്നതുമെല്ലാം സംഘാടകരുടെ ഇതിൽപ്പെടുന്നതാണ്. ഞാൻ അതിന് മറുപടി പറയേണ്ട ആളല്ല, മറുപടി പറയേണ്ട കാര്യവുമില്ല. പക്ഷേ ഇവിടെ ഇതെല്ലാം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ, BJP മൺമറഞ്ഞു പോയ കോൺഗ്രസ് നേതൃത്വത്തിനെയൊക്കെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു, അത് വലിയ അപഹാസ്യമാണ്, പാപ്പരത്തമാണ്. ഞങ്ങളാരെ ഏറ്റെടുക്കാൻ ശ്രമിച്ചത്? ഇവരെ വിസ്മരിച്ച് കളഞ്ഞതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? സർദാർ വല്ലഭഭായ് പട്ടേൽ പിൻനിരയിലേക്ക് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു നേതാവാണോ?
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തിയാൽ മതിയെന്ന് കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ ഇന്ത്യയിലെ ജനകോടികൾ വിശ്വസിക്കുന്ന നേതാക്കളെ ആദരിക്കാൻ BJP ശ്രമിക്കുന്നു. അവരാരും BJP-ക്കാരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല, അവരെല്ലാം കോൺഗ്രസ് നേതാക്കളായിരുന്നു. ശങ്കറിലേക്ക് വരുമ്പോൾ ശങ്കറിനോട് വല്ലാത്ത സ്നേഹമൊന്നും കോൺഗ്രസ്സുകാർ കാണിക്കണ്ട. ശങ്കർ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ശങ്കറിനെതിരായി കോൺഗ്രസ് നേതൃത്വം, അതാത് കാലത്തെ കോൺഗ്രസ് നേതൃത്വം ചെയ്തിട്ടുള്ളതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ. വേണമെങ്കിൽ ചർച്ചയാകാം. അതുകൊണ്ട് ശങ്കറിനെ കൊണ്ട് വല്ലാണ്ടങ്ങ് ആവേശം കൊള്ളണ്ട ഇവർ. ശങ്കറിനെ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലേക്ക് അയച്ചത് കോൺഗ്രസ് നേതൃത്വമാണ് അന്നത്തെ SNDP പിടിച്ചെടുക്കാൻ. അവിടെ പോയി കോൺഗ്രസിൻ്റെ ആശയാഭിലാഷങ്ങൾക്കൊത്ത് SNDPയെ കൊണ്ട് കോൺഗ്രസ് പാളയത്തിൽ കെട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് ശങ്കറിനെ എത്രമാത്രം അധിക്ഷേപിച്ചതാണ് അന്നത്തെ കോൺഗ്രസ് നേതൃത്വം. അതിനുശേഷം അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് ഉണ്ടാക്കാൻ സംഘം നിർബന്ധിതനായത്? എന്താ ഹിന്ദു മഹാമണ്ഡലം ഉണ്ടായത്? ചരിത്രമൊന്നും നമ്മൾ വിസ്മരിക്കരുത്. ശങ്കർ മുൻ മുഖ്യമന്ത്രിയായിരുന്നു, KPCC അധ്യക്ഷനായിരുന്നു. ആ നിലയ്ക്കൊക്കെ ആദരിക്കപ്പെടേണ്ടത് അവരുടെ ജോലിയാണ്, കർത്തവ്യമാണ്. അതിനൊന്നും നമ്മൾ എതിർപ്പ് പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ അങ്ങ് വലിയ ആവേശമൊന്നും ശങ്കറിൻ്റെ കാര്യത്തിൽ ഇപ്പം കാണിക്കുമ്പോൾ ശ്രീ മധു, താങ്കൾക്ക് മറുപടി കാണും. ശ്രീ സജീവൻ, ഒരു പക്ഷേ ചർച്ച ഇന്നും ചെയ്യപ്പെടേണ്ടി വരുന്ന സാഹചര്യം, ആരോപണങ്ങൾ തുടരുന്നു, തുടർക്കഥയാകുന്നു. നാളെ നരേന്ദ്രമോദി വരുന്നു. ഇപ്പോഴും കാരണം മോദി വന്നതിന് ശേഷം ഇനിയും 4-5 മാസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനായി. ഒരു വ്യക്തമായ ഒരു പാക്കേജോട് കൂടിയായിരിക്കും എന്തായാലും നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുക. അതറിഞ്ഞ് ഒരു 3ാം മുന്നണി അതിൻ്റെ ഉണർവ് പകരുക തുടങ്ങിയ പ്രതികരണങ്ങൾ എന്തായാലും BJP-യുടെ അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് നാളത്തെ സന്ദർശനത്തെയും ഇവിടെയുള്ള പ്രതിമ അനാച്ഛാദനം വിവാദത്തെയും ഒക്കെ തന്നെ ചേർത്ത് വായിച്ചാൽ തുടർചലനങ്ങൾ ഏത് രീതിയിലായിരിക്കും? അല്ല, പ്രതിമാനാച്ഛാദന ചടങ്ങിലെ വിവാദം എന്ന് പറയുന്നത് ശ്രീ മധു പറഞ്ഞ പോലെ ഞങ്ങളൊന്നും അറിയില്ല, ഞങ്ങൾ വെറുതെ എന്തിനാണ് ഈ വിവാദത്തിലേക്ക് വലിച്ചഴക്കുന്നത് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ പ്രധാനമന്ത്രിയുടെ നാളത്തെ വരവും മുഖ്യമന്ത്രിയെ വെട്ടിമാറ്റലും തമ്മിൽ ബന്ധമില്ല എന്ന് അദ്ദേഹത്തിന് തുറന്ന് ഹൃദയം തൊട്ട് സത്യം ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം ഒറ്റ കാര്യം, ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് BJP-ക്കാർ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവർ അപലപിക്കേണ്ട കാര്യമില്ല. BJP-യുടെ മുഖ്യമന്ത്രി ഒരു കേരളം ഭരിക്കുന്ന BJP-യുടെ മുഖ്യമന്ത്രിയാണെന്ന് വയ്ക്കുക, കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയുമാണ്. ഈ അധ്യക്ഷനായിട്ട് പേര് വെച്ച മുഖ്യമന്ത്രിയെ 2 ദിവസം മുമ്പ് 15-ാം തീയതി വരുന്നതിന് 13-ാം തീയതി പേര് വെട്ടുമ്പോൾ മിണ്ടാതിരിക്കും ഇവർ? അത്രയും അതിന് ഒരു തരത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്, സംഘാടകരുടെ തീരുമാനപ്രകാരം അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് മധുവിൻ്റെ പാർട്ടി പറയുമോ? അപ്പോൾ നമ്മൾ അങ്ങനെ ഒറ്റയടിക്ക് പറയാം. അപ്പോഴെന്തായാലും BJP കൊടുവാളെടുക്കുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ, ബഹളം വെക്കുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കേണ്ടതുമാണ്. ഇങ്ങനെ ഒരു അപമാനിക്കലല്ലേ ഒരാളിപ്പോൾ എന്നെപ്പോലെ ഒരു സാധാരണക്കാരനെ വിളിച്ചാലും ഇല്ലെങ്കിലും വിളിച്ചിട്ട് പേര് വെട്ടിമാറ്റിയാലും പ്രശ്നമില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യ ചുമതലയുള്ള ഒരാളെയാണ് വെട്ടിമാറ്റിയിട്ടുള്ളത്. അതും നേരത്തെ ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവുമെന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് എല്ലാ പ്രഖ്യാപനങ്ങളും കഴിഞ്ഞു, ഇൻവിറ്റേഷൻ കാർഡും അടിച്ചിട്ട് അവസാനം വെട്ടിമാറ്റാൻ എന്താണ് കാരണം? അങ്ങനെ ചെയ്ത് BJP-യുടെ അറിവോടെ ഇല്ലെങ്കിൽ നല്ല കാര്യം. പക്ഷേ അവിടെയാണ് എന്തായാലും ശ്രീ MS കുമാറിന് പോലും മറുപടി കൃത്യമായി പറയാൻ കഴിയാതെ പോകേണ്ടി വരുന്നത്. ശ്രീ PM മനോജ്, അങ്ങനെ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഒരു മട്ടിലേക്ക് BJP കാര്യങ്ങളെ കൈയൊഴിയാൻ കഴിയുമോ? കാരണം വ്യക്തമായി അതും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ ചടങ്ങുകളും അതിൻ്റെ തീരുമാനങ്ങളും ഒക്കെ തന്നെ നേരത്തെ ആഴ്ചകൾക്ക് മുൻപേ എടുത്ത് അതിൻ്റെ പരിപാടികൾ തുടർന്നും നടത്തി വന്ന് അതിൻ്റെ പത്രസമ്മേളനം അടക്കം വിളിച്ചു. അതൊക്കെ ഒന്നും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇങ്ങനെ കാര്യങ്ങളെ സ്പഷ്ടമായി കണ്ടില്ലെന്ന് നടിക്കാൻ അല്ലെങ്കിൽ കൈയൊഴിയാൻ കഴിയുന്നതാണോ MS പറഞ്ഞതുപോലെ? അല്ല, കഴിയും. കാരണം അത് BJP ആണ്. ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്ത്യയിൽ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ നമുക്കറിയാം. ആ രാഷ്ട്രപിതാവിനെ കൊന്നതിന് ശേഷം RSSനെ നിരോധിച്ച ആഭ്യന്തരമന്ത്രിയായിരുന്നു സർദാർ പട്ടേൽ. ആ പട്ടേൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുമ്പോൾ 2 ഭാഗവും പറയണമല്ലോ. ആ ഭാഗം മാത്രം ഇവർ പറയില്ല. ഇവർക്ക് സൗകര്യമുള്ള ഭാഗം മാത്രം അവർ കൃത്യമായി അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ട് BJP അങ്ങനെ പറയുന്നതിലൊന്നും അത്ഭുതം തോന്നില്ല. എനിക്ക് ഇവിടെ തോന്നുന്നത് വെള്ളാപ്പള്ളി നടേശനെ BJP കൂലിക്കെടുത്തിരിക്കുന്നു. ആ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇവരുടെ ഇംഗിതം, ഇവരുടെ താല്പര്യം വെള്ളാപ്പള്ളി ചെയ്താൽ വെള്ളാപ്പള്ളിയിൽ ഈ കുറ്റം മുഴുവൻ ചെന്ന് നിൽക്കും, ഇവർ രക്ഷപ്പെടും, ഇവരുടെ അജണ്ട നടപ്പാക്കപ്പെടും. RSS ആണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അല്ലെങ്കിൽ R ശങ്കറിൻ്റെ പ്രതിമ കൊല്ലം SM കോളേജ് ഗ്രൗണ്ടിൽ അവിടെ സ്ഥാപിക്കുന്നത് എങ്ങനെ? ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, നമ്മളിന്ന് നോക്കേണ്ടത് അവിടെ ആ സ്ഥലത്ത് ഉള്ള MLA-മാരിൽ ഒരാളാണ് A. അസീസ്.
അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടില്ല. പകരം വിളിച്ചതോ അവിടുത്തെ MP വിളിച്ചിട്ടുണ്ട്, പ്രേമചന്ദ്രനെ. അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റൊരു MLA വിളിച്ചിട്ടുണ്ട്, ശ്രീ PK ഗുരുദാസനെ. ഇതൊക്കെ കൃത്യമായി ചില അജണ്ടകൾ വെച്ചിട്ടാണ് ആളുകളെ തീരുമാനിക്കുന്നത് പോലും. അത് BJPയുടെ അജണ്ടയാണ്, RSSൻ്റെ അജണ്ടയാണ്. അത് നടപ്പാക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് മാത്രം. എൻ്റെ വാദം അതൊന്നുമല്ല. എൻ്റെ വാദം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത ഒരാളായി മാറിയിരിക്കുന്നു. അതാണ് വളരെ സുപ്രധാന ചോദ്യം. അത് മധു എന്തായാലും അതിലേക്ക് പ്രതികരണത്തിലേക്ക് വരണം. ശ്രീ MS കുമാർ, ഇവിടെ മുഖ്യമന്ത്രിയെ മാറ്റിക്കളയുന്നു, സ്ഥലം MLA MP അടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരംഗത്തെ പോലും മാറ്റി, എല്ലാവരെയും മാറ്റി. എന്ത് തന്ത്രമാണ് മെനയാൻ പോകുന്നത് നാളെയും മറ്റന്നാണ്? ഞാനും ആലോചിക്കുക. അസീസിനെ മാറ്റിയിട്ട് PK ഗുരുദാസനെ നിശ്ചയിച്ച തന്ത്രം എനിക്ക് മനസ്സിലായില്ല. അത് ശ്രീ മനോജ വ്യക്തമാക്കേണ്ടത്. ഇതൊക്കെ ആര് നിശ്ചയിച്ച്? സംഘാടകർ അവർ ചില ആൾക്കാരെ യോഗത്തിലേക്ക് വിളിക്കുന്നു. അതിന് ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള എനിക്ക് പ്രധാനമന്ത്രി BJP-കാരനായതുകൊണ്ട് ഞങ്ങളൊക്കെ ഇതിനെ മറുപടി പറഞ്ഞോണം എന്നുള്ള ഈ സാമാന്യ മര്യാദ കാണിച്ച് പ്രതിഷേധിച്ചെന്തായാലും ഗുരുദാസൻ പിന്മാറുകയും ചെയ്തു. അത് വേറെ ആയിക്കോട്ടെ, ഗുരുദാസൻ പിന്മാറിക്കൊള്ളാം, എല്ലാവർക്കും പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനുള്ള അവകാശം ക്ഷണിച്ചവർക്ക് ക്ഷണിക്കപ്പെട്ടവർക്കും ഉണ്ടല്ലോ. അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ എന്തിനാണ് അദ്ദേഹം പിന്നെ മാറ്റിയത് അല്ലെങ്കിൽ ക്ഷണിച്ചത് ഒന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അറിയേണ്ട വിഷയങ്ങളുമല്ല. ഇത് ഞാൻ പറയുന്നത് ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അത് വളരെ അവിടെ മുഖ്യമന്ത്രി വേണമോ വേണ്ടയോ പ്രോട്ടോകോൾ പാലിച്ചു നോക്കുക. മുഖ്യമന്ത്രി താങ്കൾ സൂചിപ്പിച്ചു MS-ന്റെ എല്ലാ വാക്കുകളെയും മുഖവിലേക്ക് എടുത്തുകൊണ്ട് ആദ്യത്തെ സന്ദർശനമാണ്. അവിടെ മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിലേക്ക് പ്രധാനമന്ത്രി പോകുമ്പോൾ സ്വാഭാവികമായ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അതെന്തുകൊണ്ട് ബാധകമല്ല? പ്രോട്ടോകോളിനെ പോലും പുല്ലുവില കൽപ്പിച്ച് അജണ്ടയിലേക്ക് പോകുന്നു എന്ന് പ്രതിപക്ഷം അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നു. എനിക്കറിയില്ല സ്വകാര്യ ചടങ്ങുകൾക്ക് പ്രോട്ടോകോൾ ബാധകമാണോ എന്ന് എനിക്കറിയില്ല. ഗവൺമെൻറ് ചടങ്ങുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോട്ടോകോൾ ബാധകമാണ്. ആ പ്രോട്ടോകോൾ ലംഘിക്കാൻ ആർക്കും കഴിയുകയുമില്ല. അതിൻ്റെ നോംസ് ഉണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്, അതൊന്നും മാറ്റാൻ കഴിയില്ല. ഇതൊരു തീർത്തും ഒരു SNDP യോഗം സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനകത്ത് പ്രോട്ടോകോൾ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ആരെങ്കിലും പറയണ്ടേ? ഇത് ചുമ്മാതെ ആദ്യത്തെ സന്ദർശനമായതുകൊണ്ട് രണ്ടാമത്തെ സന്ദർശനമായാലും പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ എല്ലാവരും നിർബന്ധിതരാണ്. ഇത് പ്രോട്ടോകോളിൻ്റെ വിഷയമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ശ്രീ പഴകുള, എന്തുകൊണ്ട് മുഖ്യമന്ത്രി PM ചോദിച്ചതുപോലെ, മനോജ് ചോദിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണങ്ങളെ ഇക്കാര്യത്തിൽ വരുന്നതേയില്ല? കാരണം ഇന്ന് പിണറായി വിജയൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചതും കാരണം വർഗീയതയ്ക്കും അതിൻ്റെ കുടിലതയ്ക്കും വിനീത വിധേയനായി കീഴടങ്ങിയതിൻ്റെ കൂലിയാണ് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു സമരസപ്പെടൽ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. മൗനം ഇതൊക്കെ തന്നെ ഇപ്പോഴും തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ ഒരു പ്രതികരണം പോലും ഈ നിമിഷം വരെ വന്നിട്ടില്ല. അതാണ് സംശയത്തിന് പലപ്പോഴും ഇട നൽകുന്നത്. എല്ലാവരും പറഞ്ഞതിന് മറുപടി പറയാൻ സമയം തരണം. തീർച്ചയായും ഈ പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏറ്റവും കുലീനമായ വിധത്തിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ് റിലീസ് അതുമാത്രമല്ല, കേരളത്തെ ആകെ ചിന്തിപ്പിച്ചു. ഈ പിണറായി വിജയൻ ഇന്നലെ വരെ ഉമ്മൻചാണ്ടിക്ക് എന്ത് യോഗ്യത ഈ അധികാര കസേരയിരിക്കാൻ എന്ന് ചോദിച്ച പിണറായി വിജയൻ ഇന്ന് പറയുകയാണ് ഉമ്മൻചാണ്ടിക്ക് എന്ത് യോഗ്യത കുറവാണെന്ന് പറയാൻ കാരണം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും കുലീനമായ ഒരു പ്രതികരണമാണ്. അത് കൂടുതൽ എന്താണ് അദ്ദേഹം പറയേണ്ടത്? കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ എല്ലാവരും, ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു ഇത് അന്തസ് കെട്ട ഒരു നടപടിയായി പോയി. അതിൽ കൂടുതലായി ഉമ്മൻചാണ്ടി ഒരു പ്രസ് റിലീസിലാണോ ശ്രീ മധു ഒതുക്കേണ്ടത് കാര്യങ്ങളെ? ആണോ ഒതുക്കേണ്ടത്? ഈ വിഷ്വൽ മീഡിയയുടെ സംസ്കാരം വളർന്നു വന്നതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടേ ഇല്ലേ? വിഷ്വൽ മീഡിയയുടെ സംസ്കാരമല്ല മുഖ്യമന്ത്രിക്കുള്ളത്. കാരണം ഒരു പ്രോട്ടോകോൾ സ്വന്തം പേര്, സ്വന്തം മുഖ്യമന്ത്രി, അതായത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പേര് വെട്ടിക്കളഞ്ഞിട്ട് അതിനെ ലാഘവത്തോടുകൂടി ഒരു പ്രസ് റിലീസിലേക്ക് കാര്യങ്ങൾ ഒതുക്കി. അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെയും രാഷ്ട്രീയ പ്രവർത്തന സംസാര ശൈലിയല്ല ഉമ്മൻചാണ്ടിക്കുള്ളത്. ഉമ്മൻചാണ്ടി കുലീനമായി പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഗവൺമെൻറ്റുകൾ, സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റുകൾ, ഇവയെല്ലാം ചിന്തിപ്പിക്കാനും പ്രതികരിപ്പിക്കാനും പ്രേരകമായത് ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയാണെങ്കിൽ ആ ഒരു കടലാസിനേക്കാൾ വലുതായി ഉമ്മൻചാണ്ടിക്കൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ പറഞ്ഞല്ലോ ശങ്കർ സാറിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. ശങ്കർ സാറിനെ കുറിച്ച് കോൺഗ്രസ് വലിയ കാര്യമൊന്നും പറയേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും മഹത്വമാർന്ന പദവിയായ കേരളത്തിലെ മുഖ്യമന്ത്രി, KPCC പ്രസിഡന്റ് തുടങ്ങിയ പദവികളിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഒരു കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്തൊക്കെയാകാൻ തീരുമോ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കോൺഗ്രസ് നോക്കിയില്ല എന്നൊക്കെ ഇന്ന് BJP ഇവിടെ നിന്ന് പറയുന്നത് എത്ര നിസ്സാരമായി ഒരു കാര്യമാണ്. മറ്റൊന്ന്,
ഇവിടെ സർദാർ വല്ലഭായി പട്ടേലിനെ പോലെയുള്ള മഹത്വമാർന്നിട്ടുള്ള ദേശീയ ബിംബങ്ങളെ കടമെടുത്തും അവരെ വാഴ്ത്തിയും സ്വയം ഒരു ഇമേജ് ഉണ്ടാക്കാനുള്ള BJPയുടെ ശ്രമം സത്യത്തിൽ ഏറ്റവും ലജ്ജാകരമായ ഒന്നാണ്. ഞാൻ ചോദിക്കട്ടെ, സർദാർ വല്ലഭായി പട്ടേലിനെ കൂട്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിമയുണ്ടാക്കി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ നേട്ടമുണ്ടാക്കിയ BJP ഒരു നിസ്സാരനായ ഹാർദിക് പട്ടേൽ വന്നപ്പോഴേക്കും ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ തകർന്നു പോയിരിക്കുകയാണ്. ബിംബങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ടോ കോൺഗ്രസ് എന്ന ഒരു തരത്തിലേക്ക് കൂടി വരേണ്ടതുണ്ട്, ചർച്ച വരേണ്ടതുണ്ട്. CPM-നെ പോലെ ഒരു ബിംബമോ രണ്ട് എന്തായാലും ആ ഒരു ദൗർബല്യങ്ങൾ ആണോ ഒരു പക്ഷേ BJP കയറി പിടിക്കുന്നത്? എന്തായാലും സജീവനിലേക്ക് എത്തേണ്ടതുണ്ട്. ഒപ്പം വക്കം പുരുഷോത്തമൻ എന്തായാലും ഒരു കാര്യം കൂടി CPM ഇവിടെ പറയുണ്ടായി. CPM ഇപ്പോൾ പറയുന്നത് ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് ചാടിക്കടിക്കുന്നില്ല, ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് VS അച്യുതാനന്ദനെ പോലെ സംസ്കാരശൂന്യമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി ആക്രമിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലി അങ്ങനെ, കോൺഗ്രസിന്റെ ശൈലി അങ്ങനെയല്ല. നമ്മോടൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് വക്കം പുരുഷോത്തമൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ വക്കം, ഒരുപക്ഷെ താങ്കളിലേക്ക് ഒരുപക്ഷെ ശ്രദ്ധ തിരിക്കേണ്ടി വരുന്നത് ആ കാലഘട്ടങ്ങളിൽ ശങ്കറുമായിട്ടുള്ള ബന്ധവും ഒക്കെ തന്നെ ഊട്ടിയുറപ്പിച്ചിരുന്ന വ്യക്തി, ആ കാലഘട്ടങ്ങളിലെ ചരിത്രമറിയാം. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, പ്രതിമാ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ അല്പസമയം മുമ്പ് BJPയുടെ നേതാവ് MS കുമാർ അടക്കം പറഞ്ഞത് കോൺഗ്രസ് ഈ ശങ്കറിനോട് നീതി പുലർത്തിയോ എന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പട്ടേലിനോട് നീതി പുലർത്തിയോ എന്നെ സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തായാലും അതേ രീതിയിലൊരു അജണ്ടയുമായി ഇപ്പോൾ മോഡി കേരളത്തിലേക്ക് വരുന്നു എന്നൊക്കെ തന്നെ വ്യാഖ്യാനിക്കപ്പെടേണ്ട ഘട്ടം. അവിടെയാണ് ഇപ്പോൾ ശങ്കറിനോട് നീതി പുലർത്തിയോ, പ്രസക്തമല്ലേ ചോദ്യം? വക്കം, ശങ്കറിന് നീതി പുലർത്തിയില്ല എന്ന് പറയാൻ ഒക്കില്ലല്ലോ. ശങ്കർ ചീഫ് മിനിസ്റ്റർ ആയില്ലേ? ശങ്കര് നിങ്ങളൊക്കെ ശങ്കറിന്റെ ഇത് മുഴുവൻ തോന്നുന്നു. ശങ്കർ വാസ് ഇൻ SNDP, കോളേജാര്. ഒടുവിലാണ് പക്ഷേ ചീഫ് മിനിസ്റ്റർ. അപ്പൊ കോൺഗ്രസ് നീതി പുലർത്തിയില്ലെന്ന് പറയാനൊക്കില്ല. ചീഫ് മിനിസ്റ്റർ ഓഫ് ദി കേരള സ്റ്റേറ്റ്. പക്ഷേ ശങ്കർ ഇങ്ങനെയൊന്നുമല്ല, ഇതിനേക്കാളൊക്കെ വലിയ ആളായ മനുഷ്യരായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവ് അനുസരിച്ചാണെങ്കിൽ, അദ്ദേഹത്തിന്റെ നോളജ് അനുസരിച്ചാണെങ്കിൽ ഇതിനേക്കാളെല്ലാം വളരെ വളരെ വലിയവരാണ്. ഇപ്പോഴത്തെ ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലേ ഈ ബഹളമൊക്കെ ഉണ്ടാക്കി, ഈ ഇഷ്യൂ എല്ലാം ഉണ്ടാക്കിയതില് ഉമ്മൻചാണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ ചെറുതായിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ശ്രീ വക്കം, ഞാൻ ചോദിച്ചത് കാരണം 71-ലെ ഒരു സാഹചര്യത്തിലേക്ക് വരിക, അന്ന് ന്യായമായും കിട്ടേണ്ട ചിറയൻകീഴ് സീറ്റ്, കാരണം ഒരുപക്ഷെ ഇത് MS കുമാർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്. യൂത്ത് കോൺഗ്രസ് അടക്കം ഏത് രീതിയിലാണ് അദ്ദേഹത്തോട് ക്രൂരത കാട്ടിയതോ അല്ലെങ്കിൽ എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന കാര്യങ്ങൾ. 71-ലെ സീറ്റ് ന്യായമായും കിട്ടേണ്ട ചിറയൻകീഴ് സീറ്റ്, അതിനുശേഷം അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ തന്നെ ഒരുപക്ഷെ പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ പിന്നീട് പറയുകയുണ്ടായി. കോൺഗ്രസിൽ നിന്ന് വ്യക്തമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലേ? വയലാറവിക്ക് സീറ്റ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചോ ഇടപെട്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ആശങ്കണ്ട മാറ്റി ആകെ അല്ലായിരുന്നു. അദ്ദേഹത്തിന് ഗവർണറായി പോകുന്നതിനോട് ഉള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. നേരെ മറിച്ച് അതായത് ഞാൻ ചോദിച്ചത് അത്യുന്നതങ്ങളിലേക്ക് ഒരു പക്ഷേ പോകുമായിരുന്ന ഒരു വ്യക്തി താങ്കൾ സൂചിപ്പിച്ചല്ലോ, കാരണം ചില ധാരണകളുടെ പുറത്തായിരുന്നു, പിന്നീട് ഒന്നും തന്നെ സംഭവിച്ചതുമില്ല. അവിടെ ഒരു ഇടപെടൽ ബോധപൂർവമായി ഉണ്ടായിട്ടില്ലേ? കാരണം ഇന്ന് ഉമ്മൻചാണ്ടി അടക്കമുള്ള പേരുകൾ ഒരു പക്ഷേ പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ. അതല്ല അത് നടന്ന ഇതാണ് എനിക്കറിയാം. അദ്ദേഹത്തിന് രവിയെ ആക്കാനായിട്ടുള്ള ശ്രമം നടന്നു എന്നുള്ളത് ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ അന്നത്തെ ധാരണ ഇതായിരുന്നു, സോണിയാജി ഇന്ദിരാഗാന്ധി തന്നെ ഗവർണറാക്കാമെന്ന് പറഞ്ഞു. അപ്പോ അതിലെ ഇടപെടലുണ്ട് എന്നുള്ളത് ഒരു ശരിയാണ്. അതായത് ഒരു ഇടപെടൽ ബോധപൂർവമായി ഉണ്ട് എന്ന് ഒരുപക്ഷെ താങ്കൾക്ക് കൂടി പറയാൻ പറ്റുന്ന ഭാഷയിൽ, കാരണം MS അടക്കം ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹം ആ വാക്ക് തന്നെ ആയിരിക്കും ഒരു പക്ഷേ പ്രതീക്ഷിച്ചതും. അങ്ങനെ ഒരു ഇടപെടൽ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ഒരു പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ട്രൂത്താണ് ഞാൻ പറഞ്ഞത്. ഈ ബോധമായ ഇടപെടൽ അങ്ങനെയുള്ള വാക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. R ശങ്കറിനെ അന്ന് ഗവർണറാക്കാമെന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ R ശങ്കർ നിന്ന സീറ്റാണ്, അദ്ദേഹം തോറ്റതാണെങ്കിലും. അപ്പോ അടുത്ത തവണയും R ശങ്കറിന്റെ ഒരു ക്ലെയിം ഉണ്ടായിരുന്നു.
അപ്പോഴാണ് ഒരു യൂത്ത് കോൺഗ്രസ്സുകാർ രവിയെ നിർത്തണമെന്നുള്ളതും. അപ്പൊ ആർ ശങ്കറിന് അതനുസരിച്ചുള്ള പിന്നെ അംഗീകാരം കൊടുത്തിട്ട് വേണമല്ലോ. അതല്ലെങ്കിൽ ആ ഒറ്റ കാരണത്താൽ തന്നെ രവി നിന്നാലും തോക്കുമല്ലോ. അപ്പോ അതുകൊണ്ട് അന്ന് അങ്ങനെയുള്ള ധാരണ, ഡെഫിനറ്റായ ധാരണ ഉണ്ടായിരുന്നു. യെസ്, വളരെ നന്ദി ശ്രീ വക്കം. താങ്കൾ ആരോഗ്യ അവസ്ഥ താങ്കൾ വസതിയിലാണെന്നറിയാം, എങ്കിൽ കൂടി വളരെ നന്ദി പ്രതികരിച്ചതിന്. ശ്രീ സജീവൻ, കാരണം ഈ ചർച്ച വക്കത്തിനെ അടക്കം വിളിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോയത് ഇവിടെ MS ചൂണ്ടിക്കാട്ടിയതുപോലെ ചില ബിംബങ്ങൾ ഒരുപക്ഷെ അവരോട് നീതി പുലർത്താനായിട്ടുണ്ടോ കോൺഗ്രസിന്? ആ നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുന്നു, അതാണ് ഞങ്ങൾ തൊട്ടത്, പൾസ് അറിഞ്ഞ് തന്നെ തൊടുകയാണ് എന്ന രീതിയിലേക്ക് അദ്ദേഹം BJP അടക്കം പോകേണ്ടി വരുന്നത്. ആ സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? BJP മരിച്ച വക്കത്തിന് എന്ത് നീതിയാണ് കൊടുക്കാൻ പോകുന്നത് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വക്കം പോലും പകുതി പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ് അല്ല വക്കം പറഞ്ഞ കാര്യമുണ്ട്, ശങ്കരനെ അവസാന ഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ ചതിച്ചു എന്നാണല്ലോ പറയുന്നത്. അവിടെ പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ആർ ശങ്കർ അവസാനം തന്നെ പാർട്ടി ചതിച്ച സമയത്ത് പറഞ്ഞത് എനിക്കിനി സമുദായമേ ഉള്ളൂ, എനിക്കൊപ്പം നിൽക്കാൻ സമുദായമേ ഉള്ളൂ എന്നാണ്. അത് എല്ലാവർക്കും വക്കത്തിനൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് വക്കം പലതും പക്ഷേ പറയാൻ പറ്റുന്ന ഒരു പരിധി വെച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. മാത്രമല്ല ആർ ശങ്കർ മുഖ്യമന്ത്രിയായതും KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ കോൺഗ്രസ് കൊടുത്തോണ്ടൊന്നുമല്ല. നമുക്കറിയാമല്ലോ അന്നത്തെ വളരെ വഷളായിട്ടുള്ള പല ഗ്രൂപ്പ് കളികളും മറ്റ് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ നേരിട്ട് കൊണ്ടാണ് ആർ ശങ്കർ ഈ പദവികളൊക്കെ നിന്നത്. എന്നിട്ടും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ പാർട്ടി ചതിച്ചു എന്ന ഒരു മനോഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ മനോഭാവം കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നിലപാടെടുത്തിട്ടുള്ളത്. അപ്പം അത് വക്കത്തിനൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പരിധി വരെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ചിരിയിലൂടെയൊക്കെ അതൊക്കെ തീർക്ക്. പക്ഷേ എന്ന് വെച്ച് ആർ ശങ്കറിനെ രക്ഷിക്കാൻ പോകുന്നതിന് BJP ആണെന്ന് ആർ ശങ്കർ ദിവംഗതനായിട്ട് എത്ര കാലമായി? ഇനി ഒരു പ്രതിമ സ്ഥാപനത്തിലൂടെ, പ്രതിമ അനാച്ഛാദനത്തിലൂടെ ആർ ശങ്കറിനെ BJP അങ്ങ് രക്ഷിക്കാൻ പോകില്ലല്ലോ. അപ്പോൾ BJPക്ക് ഇവിടെയുള്ള രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ കോൺഗ്രസ് ഇങ്ങനൊരു അവസരത്തിൽ ഒരു മുഖ്യമന്ത്രിയെ അധ്യക്ഷനായിട്ട് തീരുമാനിച്ച് അദ്ദേഹത്തെ അറിയിക്കുന്നു, അത് നോട്ടീസ് അടിക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട എന്ന് കരുവേപ്പില പോലെ ഒരു തൊട്ട് തലേ ദിവസം എന്ന രീതിയിൽ 2 ദിവസം മുമ്പ് തള്ളിക്കളയുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമുണ്ടോ? ഇവിടെയല്ലേ കരിദിനമൊക്കെ ആചരിക്കേണ്ടത്, ഇവിടെയല്ലേ പ്രതിഷേധിക്കേണ്ടത്? അപ്പോൾ ഉമ്മൻചാണ്ടിക്കൊന്നും വന്നാലും തരക്കേടില്ല, വലിയ പ്രശ്നമില്ല എന്ന രീതിയിലാണോ കോൺഗ്രസ്സുകാർ നിൽക്കുന്നതെന്ന് എനിക്ക് ഒരു സംശയം തോന്നിപ്പോകുന്നു. ആ പ്രതിഷേധം എങ്ങനെ രേഖപ്പെടുത്തുമെന്ന് എന്തായാലും മധു പറയണം. കാരണം ഇനി എയർപോർട്ടിലടക്കം പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ചകൾ നടത്താൻ പോകുന്ന അവസാന നിമിഷം എന്തായാലും ഏത് രീതിയിലും പ്രതിഷേധം അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ശ്രീ PM മനോജ്, അവിടെ ശങ്കർ ഒരുപക്ഷെ പ്രകടിപ്പിച്ച ചില ശ്രീനാരായണീയ തത്വങ്ങളിലൂടെ അദ്ദേഹം നടന്നു നീങ്ങുമ്പോഴും RSSൻ്റേത് അടക്കമുള്ള വർഗീയ കാഴ്ചപ്പാടുകളെയൊക്കെ തന്നെ എതിർത്ത് മുന്നേറിയ ഒരു വ്യക്തി, ആ വ്യക്തിയെ തന്നെ ഒരുപക്ഷെ നീതി അദ്ദേഹത്തിന് നൽകിയോ എന്ന ചോദ്യവുമായി BJP എത്തുന്നുണ്ടെങ്കിൽ ഏത് ഭാഷയിൽ താങ്കൾ മറുപടി പറയും? അല്ല, ആ ചരിത്രം അത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശങ്കറിൻ്റെ കാര്യത്തിൽ ശങ്കർ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിലെങ്കിലും ശങ്കർ ഈ പകല് കോൺഗ്രസും രാത്രി RSS എന്നുള്ള നിലപാടും എടുത്തിട്ടുണ്ട്. ആ ചരിത്രം നമുക്ക് മറന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം ശങ്കർ ആരായിരുന്നു എന്നതല്ലല്ലോ ഇപ്പോഴത്തെ ചർച്ച. ഇപ്പോഴത്തെ ചർച്ച കഴിഞ്ഞ വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്ര ആലുവയിലെത്തുമ്പോൾ വെള്ളാപ്പള്ളി കേരളത്തിലെ ജനങ്ങളെയാകെ വർഗീയമായി ധ്രുവീകരിക്കാൻ പര്യാപ്തമായ വർഗീയ വിഷം ചുറ്റുന്ന ചില വർത്തമാനം പറഞ്ഞു. അതിൻ്റെ പേരിൽ കേസെടുത്തു. ആ കേസ് വെള്ളാപ്പള്ളിയുടെ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു, ഈ ഗവൺമെൻറ് പറഞ്ഞു. അത് കഴിഞ്ഞ് ദിവസം ഇത്രയായി, വെള്ളാപ്പള്ളിക്ക് ഒരു ഊനവും തട്ടിയിട്ടില്ല. കേരളത്തിൽ ഇതുപോലുള്ള നിരവധി വർഗീയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു, ഉമ്മൻചാണ്ടി നോക്കി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ വരെ കുറേ വാഹനങ്ങൾ പോയല്ലോ, ചാനലുകളും വാഹനങ്ങളുമായിട്ട്. അന്ന് രാത്രി 11-12 മണി വരെ മുഖ്യമന്ത്രിയുടെ എന്തോ ദൃശ്യം വരും എന്ന പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ ജനങ്ങളാകെ. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ വില കളഞ്ഞിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന കോൺഗ്രസ് നേതാവ് എന്തോ സംസ്കാര ശൂന്യത എന്ന് പറഞ്ഞില്ലേ, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ വില സംസ്കാരശൂന്യമായ ഒന്നാക്കി മാറ്റിയത് നമ്മുടെ ഉമ്മൻചാണ്ടിയാണ്.
ആ ഉമ്മൻചാണ്ടിയോട് എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല എന്ന ധാരണ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ വന്നിരിക്കുന്നു, BJPക്ക് വന്നിരിക്കുന്നു. ഉമ്മൻചാണ്ടി ഇവരുടെ വിനീത വിധേയനായി മാറിയിരിക്കുന്നു. അതിൻ്റെ ദുരന്തമാണ് കേരളം അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ പേര് വെച്ചിട്ട് ഒരു ഫലകവും വെള്ളാപ്പള്ളിയുടെ പേര് വെച്ച് മറ്റൊരു ഫലകവും ഉണ്ടാക്കി അത് രാമാനം മാറ്റുമോ? അതല്ല, അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് താൻ ഒഴിവാക്കപ്പെടുന്നു എന്ന വിവരമെങ്കിലും ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥനല്ലേ? ഇപ്പം അതൊന്നും ചെയ്യുന്നില്ലല്ലോ. ശങ്കറിൻ്റെ മുമ്പിൽ പ്രാർത്ഥന നടത്തുവാണത്രേ. അതൊരു കാര്യം ശരിയാണ്. ഈ വെള്ളാപ്പള്ളിയും മറ്റേ മോഡിയും അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടെ പ്രാർത്ഥന നടത്താനുള്ള എന്താ പറയേണ്ട ഏറ്റവും മോശമായ ദയനീയ സ്ഥിതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ മാറ്റി. എൻ്റെ സുഹൃത്ത് പഴകുളം മധു എന്ന് പറയുന്ന അവിടെ ഇരിക്കുന്ന കോൺഗ്രസ് നേതാവിനെ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ BJPയുടെയും വെള്ളാപ്പള്ളിയുടെയും ദയാദാക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക്, ദയനീയതയിലേക്ക് ഉമ്മൻചാണ്ടി മാറ്റിയിരിക്കുന്നു. അതാണ് ചർച്ച ചെയ്യേണ്ടത്. വളരെ പ്രസക്തമാണ്. ശ്രീ ഒട്ടേറെ ചോദ്യങ്ങളാണ് വരുന്നത്. കാരണം അവിടെ അങ്ങ് കാസർഗോഡ് തുടങ്ങി ഇവിടെ വന്നെത്തുമ്പോൾ 153A എവിടെ പോയി ആ വകുപ്പ് തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. നൗഷാദിന്റെ സംഭവങ്ങൾ അറിയാം, അതിനുശേഷം എന്ത് വിരലണക്കി തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ എന്തായാലും PM മനോജ് ചോദിച്ചത് പ്രസക്തമാണ്, അതിലേക്ക് എത്താം. മധു, ഒട്ടേറെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത്രയും അറ്റം വരെ എത്തിയിട്ടും മുഖ്യമന്ത്രി അടക്കം പ്രോട്ടോകോളിന് പുറത്തേക്ക് തള്ളിക്കളഞ്ഞിട്ടും അതിന് കാരണഭൂതനായ അല്ലെങ്കിൽ വ്യക്തി വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രസക്തമല്ലേ PM മനോജ് ഉന്നയിച്ച ചോദ്യങ്ങൾ? കാരണം 153A അടക്കമുള്ള കേസെടുത്തിട്ട് ഇവിടെ തിരുവനന്തപുരത്തെത്തുമ്പോൾ പുഷ്പം പോലെ അദ്ദേഹം ചിരിച്ച് ഉല്ലസിച്ച് പോകുന്ന ഒരു കാഴ്ച, ഇതൊക്കെ ഒരു പക്ഷേ പല സംശയങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഇട നൽകുന്നില്ലേ? വ്യക്തമായ മറുപടി. ഇപ്പോൾ ഈ ചർച്ചയുടെ ഗതി പോകുന്നത് ക്ഷീരമുള്ളവർ അകിടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. കോൺഗ്രസിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാമെന്നാണ് എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി ലോകത്തെ അറിയിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് ബഹുമാനായ മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി. അതിനുശേഷം പ്രതികരണം ആദ്യം വരേണ്ടിയിരുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ക്ഷണിച്ച ഒരു ചടങ്ങിൽ പിന്നീട് ദുരൂഹമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കുമ്പോൾ നാമെല്ലാം പ്രതീക്ഷിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കും, അല്ലെ അദ്ദേഹം പ്രതികരിക്കും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. അദ്ദേഹം പ്രതികരിക്കുന്നില്ലല്ലോ. CPMന് അതിനെക്കുറിച്ച് ചോദിക്കാനില്ലേ? ഇപ്പം കേരളത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയാക്കാനുള്ള BJPയുടെ ഗൂഢമായ പരിശ്രമമാണിത്. അതിനെയാണ് കോൺഗ്രസ് നേരിടുന്നത്. അല്ലാതെ വെള്ളാപ്പള്ളിയുടെ ചടങ്ങിൽ ക്ഷണിച്ചില്ല. ആ ചടങ്ങിലേക്ക് നരേന്ദ്രമോദി വരുന്നു. ഉമ്മൻചാണ്ടി നാളെ രാവിലെ ഇറങ്ങി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലേക്ക് മാർച്ച് നയിക്കണം, അടിയുണ്ടാക്കണം. ആ രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനും സ്റ്റേച്ചറിനും അനുസരിച്ചുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത് ഗൂഢലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് മറുപടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആ ശങ്കർ സാറിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ശരത്ചന്ദ്ര പ്രസാദിനെ അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സംഘടന ശ്രീനാരായണ ഗുരുദേവൻ കർണാടകയിലെ മംഗലാപുരത്ത് കുദ്രോളി ക്ഷേത്രത്തിൽ സ്ഥാപിച്ച പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രത്തിൽ നിന്നും ശങ്കർ സാറിന്റെ പ്രതിമ കേരളത്തിലെ പ്രാർത്ഥന നടത്തി ഒരുപക്ഷെ പ്രതിഷേധിക്കേണ്ട ഗതികേടിലേക്ക് പോയിരിക്കുന്നു എന്നാണ് PM മനോജ് പോയത്. പതിനായിരക്കണക്കിന് ആൾക്കാരുടെ സ്വീകരണം ഏറ്റുവാങ്ങി കേരളത്തിന്റെ എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാ മേഖലയിലും പെട്ട ജനങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങിയ ആ പ്രതിമ യുദ്ധസ്മാരകത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനും നരേന്ദ്രമോദിയും ചേർന്ന് നടത്തുന്ന വർഗീയ രാഷ്ട്രീയത്തിന്റെ ഈ കുശാഗ്ര ബുദ്ധിയിൽ ഉദിച്ചുയർന്ന ഈ ഏറ്റവും വൃത്തികെട്ട സമീപനത്തിനെതിരായി കേരളത്തിലെ മനുഷ്യ മനസ്സാക്ഷിയെ ഉണർത്തുന്ന ഒരു വലിയ സർവ്വമത പ്രാർത്ഥനയാണ് ശങ്കർ സാർ. ശങ്കർ സാർ വെറും രാഷ്ട്രീയക്കാരനായിരുന്നില്ല, അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൻ്റെ വികസനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. ഈ സംഭവത്തോട് ആരാ അപമാനിക്കപ്പെട്ടത്? ഉമ്മൻചാണ്ടിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ? ഞാൻ പറയുന്നു, ഈ സംഭവത്തിലൂടെ അപമാനിക്കപ്പെട്ടത് ശങ്കർ സാറാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവാണ്. അതിന് മറുപടിയാണ് കോൺഗ്രസ് ചൊവ്വാഴ്ച പറയാൻ പോകുന്നത്. അതിൽ അണിചേരാനാണ് മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള എല്ലാവരും. ഇപ്പം BJPക്കൊന്നും പറയാനില്ല. BJP ഞങ്ങളല്ല, പിന്നെ ആരാണ് ജയിച്ചത്? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മറുപടി ഉണ്ടോ? BJPക്ക് മറുപടി ഉണ്ടോ? ആരാണ് ഉത്തരവാദി? ആരാണ് വെള്ളാപ്പള്ളിയെ പ്രേരിപ്പിച്ചത്?
ആരാണ് ഇതിന് കാരണക്കാർ? യെസ്, എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്തായാലും ഒന്നുമില്ലാതെ നരേന്ദ്രമോദി വരില്ല. ശ്രീ സജീവൻ, നാളെ വരാൻ പോകുന്ന നരേന്ദ്രമോദിയിലൂടെ ഒരു പക്ഷേ രാഷ്ട്രീയ ചലനങ്ങൾ ഏത് രീതിയിലായിരിക്കും? കാരണം ഒരു പ്രബല സമുദായത്തിൻ്റെ വക്താക്കളെ, ആചാര്യന്മാരെയും കൈപ്പിടിയിലേക്ക് ഒതുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അടക്കം ഒരു പക്ഷേ നാളത്തെ പ്രസംഗത്തിലൂടെ ഉണ്ടാകുമ്പോൾ, മാത്രവുമല്ല അടുത്തത് ഇനി ക്രിസ്ത്യൻ സമുദായത്തിലേക്കടക്കം ഒരു ധ്രുവീകരണത്തിലേക്കുള്ള ശ്രമങ്ങൾ, അതിനടക്കമുള്ള തുടക്കത്തിലേക്ക് നരേന്ദ്രമോദി ചലിക്കുന്നു. എന്തായിരിക്കും നാളെ വരാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ആ ഒരു മാസ്റ്റർ പ്ലാൻ എന്തായിരിക്കും? ഒരു പക്ഷേ ഒരു പ്രമുഖ സമുദായത്തിൻ്റെ വക്താക്കളെയും ആചാര്യന്മാരെയും കൈപ്പിടിയിൽ ഒതുക്കി എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ അല്ല SNDP യോഗത്തിൻ്റെയോ ഇനിയിപ്പോൾ ഈഴവ വിഭാഗത്തിൻ്റെയോ തീയ വിഭാഗത്തിൻ്റെയോ ഒക്കെ വക്താവ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്ന ധാരാളം ആളുകൾ, ഒന്നും രണ്ടുമല്ല, ധാരാളം ആളുകൾ, സാങ്കേതികമായിട്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. അതിനെ 4.5 വർഷം കൂടി ഇരിക്കണം, കാരണം സാങ്കേതികമാണത്. അത് പക്ഷേ മിക്ക ആളുകളും ഇദ്ദേഹത്തിനെതിരെ രംഗത്താണ്. അപ്പോൾ അദ്ദേഹം SNDP യോഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെയോ വക്താവായിട്ട് നമ്മൾ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കരുത്. രണ്ടാമത്തെ കാര്യം, ആചാര്യൻ എന്ന് പറയാൻ ആരാണുള്ളത്? ശ്രീനാരായണ ഗുരുവിന് എന്തായാലും വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ പിന്നെ BJPക്കോ കിട്ടില്ലാനുള്ള കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹം ജാതി വിരുദ്ധമായിട്ടും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും പ്രവർത്തിച്ച ആളാണ്. അപ്പം അങ്ങനെയില്ല. അപ്പം ഇതിനൊക്കെ ആളുകളുടെ ഇടയിൽ അജ്ഞത മുതലെടുത്തുകൊണ്ട് ശ്രീനാരായണ ഗുരു ഒരു ദൈവമാണ് എന്ന് പറഞ്ഞു വരുത്തി തീർത്തിട്ട് ആണ് വെള്ളാപ്പള്ളി നടേശനിരിക്കുന്നത്. ആ വെള്ളാപ്പള്ളി നടേശനെ പോക്കറ്റിലാക്കിയതോട് കൂടിയിട്ട് എല്ലാ സമുദായ അംഗങ്ങളും തനിക്കൊപ്പമാണ് എന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പമാണ് എന്ന് വിചാരിക്കുകയാണ് BJP. അങ്ങനെ കുറേ കളികൾ കളിക്കും. ഇനിയിപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമം നടക്കും. ഗോത്ര മഹാസഭയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് വാർത്ത വരുന്നത്. ഇങ്ങനെ പല ശ്രമങ്ങളും നടക്കും. പക്ഷേ നമുക്കറിയാമല്ലോ, വെള്ളാപ്പള്ളി നടേശനും BJPയും പരമാവധി ആഞ്ഞു പിടിച്ചിട്ടും കിട്ടിയിട്ടുള്ളത് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15% വോട്ടാണ്. ഇതിനപ്പുറത്ത് എന്ത് കിട്ടാനാണ്? പരമാവധി സാമുദായികതയും പരമാവധി രാഷ്ട്രീയവും പറഞ്ഞു നോക്കിയിട്ടും കിട്ടിയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ വലിയ കളികൾ ഇനി ചെയ്യാൻ പോകുന്നത് അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ കേരളത്തിൻ്റെ ഭരണപ്രതിനിധികളെ മുഴുവൻ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വേദിയിൽ വെച്ച് ഭാവി മുഖ്യമന്ത്രിയാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ ഞങ്ങളിതാ കേരളത്തിൽ ഇന്നൊക്കെ ചെയ്യും എന്ന് നടത്താനുള്ള ഒരു ശ്രമമാണോ എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടതാണ്. ആ ഒരു ശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹം അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ശ്രീ PM മനോജ്, താങ്കളും അങ്ങനെയാണോ കാണുന്നത്? കാരണം നാളെ വരാൻ പോകുന്ന മോഡിയുടെ പ്രസംഗത്തിൽ നിന്നെങ്കിലും, കാരണം ഇങ്ങനെ ഒരു ഉത്തരേന്ത്യയിൽ നടപ്പാക്കിയ ചില ശൈലികൾ, അത് അമിത്ഷായുടെ ആ ഒരു മാസ്റ്റർ പ്ലാനൊക്കെ നേരത്തെ അതിന് തുടക്കമിട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില അതിൻ്റെ ചലനങ്ങൾ നടത്തി. നാളെ ഇനി മോഡി എത്തുന്നതോടുകൂടി BJP അധ്യക്ഷൻ പറയുന്നത് പോലെ വലിയൊരു ചേരിക്കുള്ള തുടക്കം എങ്ങനെയാണ് കാണേണ്ടത്? അതൊന്നും സാധാരണ നിലയിൽ കേരളത്തിൽ സംഭവിക്കുന്നതല്ല. കേരളം ഇത് ഒരുപാട് കണ്ട്. ഈ ശങ്കരൻ്റെ കാലത്ത് തന്നെ നേരത്തെ MS കുമാർ പറഞ്ഞതുപോലെ ഹിന്ദു മഹാമണ്ഡലവും ഡെമോക്രാറ്റിക് കോൺഗ്രസും ഒക്കെ ഉണ്ടായി. അതിനു മുമ്പ് ഉണ്ടായി, അതിന് ശേഷം ഉണ്ടായി, SRP ഉണ്ടായി, NDP ഉണ്ടായി. ഇതൊക്കെ അവസാനിച്ച നാടാണ് കേരളം. ഒരു ദിവസം മോഡി വന്നിട്ട് ഉത്തരേന്ത്യൻ ശൈലിയിൽ ഇവിടെ ഒരു പ്രസംഗവും നടത്തി കുറേ ആളുകളെ കൂടിക്കണ്ട് അതോടെ കേരളത്തിലെ രാഷ്ട്രീയം മറിഞ്ഞു പോകാമെന്ന് ചിന്തിക്കാം, ആഗ്രഹിക്കാം, വ്യാമോഹിക്കാം. പക്ഷേ അത് നടക്കണമെന്നില്ല. അത് നടക്കില്ല എന്നൊരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് RSS ഇപ്പോൾ വെള്ളാപ്പള്ളിയിലൂടെ ഇന്നലെ വരെ ചെയ്തതെല്ലാം മറന്നുകൊണ്ട് വെള്ളാപ്പള്ളിയിലൂടെ എന്തെങ്കിലും ഉണ്ടാക്കി കളയാം എന്ന് ധരിച്ചത്. അത് വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്ര കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ചപ്പോൾ തന്നെ ഈ RSS അല്ലാതെ വേറൊരു വർഗീയ കക്ഷിക്കൊന്നും കേരളത്തിൽ സ്കോപ്പില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ ചെലവിലാണ് ഇവർ ഇത്ര നാളും ഇന്നലെ വരെ ഈ കളിച്ചത്. ഇപ്പോൾ കോൺഗ്രസിന് ക്ഷീണം പറ്റി. ആ ക്ഷീണം പറ്റിയത് കൊണ്ടുള്ള വെപ്രാളമാണ് ഇപ്പോൾ കാണുന്നത്. എൻ്റെ സുഹൃത്ത് പഴകുളം മധു പറഞ്ഞതുപോലെ പിണറായി വിജയനോ CPMൻ്റെ മറ്റേതെങ്കിലും നേതാവോ ഇടതുപക്ഷമോ ഉമ്മൻചാണ്ടിക്ക് വിശുദ്ധ പട്ടമൊന്നും നൽകിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ ദൗർബല്യം, ആ ദൗർബല്യം ചൂഷണം ചെയ്യുന്ന RSS അല്ലെങ്കിൽ BJP, നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിയോട് ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ, ഇവരുടെയൊക്കെ മുന്നിൽ ഏറ്റവും ദയനീയമായ ചിത്രമായി രൂപമായി കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും മാറ്റാൻ നേതൃത്വം നൽകിയ ഉമ്മൻചാണ്ടി, ആ ഉമ്മൻചാണ്ടിയാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി
ഉമ്മൻചാണ്ടി വ്യക്തിപരമായിട്ട് ഈ പരിപാടിയിൽ പോയിട്ടില്ലെങ്കിൽ നമുക്കാർക്കും വിഷമമില്ല. ദൗർഭാഗ്യവശാൽ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിപ്പോയി. അടുത്ത 4.5 മാസമെങ്കിലും അത് സഹിച്ചേ മതിയാവും. ആ 4.5 മാസത്തോടെ നമ്മളെ മൊത്തം അപമാനം, ആ അപമാനത്തിൻ്റെ ഭാരം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന, സത്യം പറഞ്ഞാൽ SNDP യോഗവും SN ട്രസ്റ്റും ഒന്നും വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബ സ്വത്തല്ലല്ലോ. അദ്ദേഹം അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ആ മഹത്തായ പാരമ്പര്യം പേറുന്ന സ്ഥാപനത്തിൻ്റെ ചടങ്ങാണ്, സ്വകാര്യ ചടങ്ങൊന്നുമല്ല. ശ്രീനാരായണീയരുടെ ആകെ പങ്കാളിത്തമുള്ള ചടങ്ങാണ് SN കോളേജ് വളപ്പിൽ മറ്റന്നാൾ നടക്കാൻ പോകുന്നത്. ആ ചടങ്ങ് വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വേച്ഛ പ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം, അതിൽ ആര് പങ്കെടുക്കണം? ഞാൻ മതി മുഖ്യമന്ത്രിക്ക് പകരം, ഞാൻ മതി. അതായത് ഒരു വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു വർഗീയ കക്ഷിക്കാരനായ നേതാവിന് തോന്നുകയാണ് നാളെ ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പകരമാണ് എന്ന്. അങ്ങനെ തോന്നിച്ചത് ഉമ്മൻചാണ്ടിയുടെ ദൗർബല്യമാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വമാണ്. തീർച്ചയായും മറുപടി പറയേണ്ടതുണ്ട്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. MS കുമാർ, അവസാനമായ ചർച്ചയിലേക്ക് വരുമ്പോൾ എത്ര അജണ്ടയോ അല്ലെങ്കിൽ പ്രോട്ടോകോൾ ലംഘനമോ നടത്തി മുന്നോട്ട് പോയാലും കേരളത്തിലൊന്നും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. PM മനോജ് പറയുന്നുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നുണ്ട്, പ്രബുദ്ധമായ കേരളത്തിൽ ഇത്തരം ചലനങ്ങളോ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ മോഡലോ ഒന്നും ഏശാനേ പോകുന്നില്ല. എനിക്ക് അവർ പറഞ്ഞതിനെ വിശദമായൊരു മറുപടി പറയാനുള്ള അവസരം തരണം. അതായത് അവർ തന്നെ പറയുന്നു ഇതൊന്നും നടപ്പാകാൻ പോകുന്നില്ല. ശ്രീ മധു അത് തന്നെ പറയുന്നു. പിന്നെ എന്തിനാണ് ഈ ഇത്രയധികം ഉത്കണ്ഠ? കേരളത്തിലൊരു രാഷ്ട്രീയ ബന്ധം ഉണ്ടാകാൻ പോകുന്നു, ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അതിനെ ഉൾക്കൊള്ളാനോ അതിനെ അംഗീകരിക്കാനോ ഉള്ള അവരുടെ വൈമനസ്യം എനിക്ക് മനസ്സിലാക്കാം. അതിലുള്ള ഒരു ഉത്കണ്ഠയും വേദനയൊക്കെ മനസ്സിലാക്കാം. പക്ഷേ എന്തിനവർ ഇത്ര അസ്വസ്ഥരാകുന്നു എന്നാണ് മനസ്സിലാകാത്തത്. ഞാൻ ചോദിക്കട്ടെ, 1967 മുസ്ലിം ലീഗ് പോലൊരു വർഗീയ കക്ഷിയുമായി ഐക്യമുണ്ടാക്കാൻ CPM മുന്നിട്ടിറങ്ങുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? കേരളം കണ്ടതല്ലേ. CPIയും RSPയും പോലുള്ള കക്ഷികൾ 70-71 കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കും എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? ഇതെല്ലാം കേരളം കണ്ടതാണ്. കേരളം ഇതിനെയൊക്കെ സ്വീകരിച്ചതാണ്. കേരളത്തിൽ ഇന്നലെ വരെ 2 മുന്നണികളുടെയും പിന്നാമ്പുറത്ത് നടന്നിരുന്ന പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ചിലർ അവർ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ സംഘടനാപരമായോ സംഘടിച്ചുകൊണ്ട് BJPയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അത് നടപ്പാകുന്നു. എത്ര ഒരു കാര്യം കൂടി, ശ്രീ PM മനോജ് അല്ല സജീവൻ ആരോ പറഞ്ഞു നാളെ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും, അതിനാണ് ഇദ്ദേഹത്തെ ഒഴിവാക്കിയെന്ന്. കൊല്ലം MP ഉണ്ട് ശ്രീ PK ഗുരുദാസൻ. 10 സെക്കൻഡിൽ എന്തിന് ഭയക്കേണ്ടി വരുന്നു? പിന്നെ എന്തിനാ ചോദ്യത്തിന്റെ പ്രസക്തി എന്നാണ് MS ചോദിക്കുന്നത്. വളരെ ചുരുക്കി 10 സെക്കൻഡിൽ. അല്ല, ഒരു ഭയവുമില്ല. എനിക്ക് പറയാനുള്ള മറ്റൊന്നാണ്, ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ BJPക്ക് മുന്നിൽ ഇതുപോലെ നാണം കെടുമ്പോൾ പ്രതികരിക്കാൻ ഇടതുപക്ഷം തന്നെ വേണമെന്ന് കോൺഗ്രസ്സുകാർ സമ്മതിച്ചതാണ് ഞാൻ ഇവിടെ സന്തോഷിക്കുന്നത്. BJP ഇങ്ങനെ പല അടവും കൊണ്ടുവരും, അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ. ശ്രീ പഴകുളം, കാരണം അത്തരം രാഷ്ട്രീയ പാപ്പരത്വത്തിലേക്ക് അടക്കം പോയിരിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടിയുടെ വക്താക്കളായി പോലും മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതിപക്ഷത്തിന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് എന്തായാലും അതിന് മറുപടി പറയേണ്ടതല്ലേ? വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഒരു പ്രശ്നം. ലോക മനസാക്ഷി ആകെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനും മുന്നിൽ അണിനിരക്കാതെ യാതൊരു ഗതിയുമില്ല, അല്ലെങ്കിൽ സ്പേസ് ഇല്ലാതെ പോകുമെന്നുള്ള ഉറപ്പോടുകൂടിയാണ് പിണറായി വിജയനും അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയേക്കാൾ ആവേശത്തോടെ ഇപ്പൊ രംഗത്തിറങ്ങിയിട്ടുള്ളത്. പ്രധാനമന്ത്രി ഉമ്മൻചാണ്ടി നാളെ പ്രതികരിക്കുമായിരിക്കും. നമ്മുടെ പ്രധാനമന്ത്രി ഇത് സംഭവിച്ചു. പ്രധാനമന്ത്രി ഇപ്പൊ രാജ്യത്ത് എവിടെ പോയാലും ഭിന്നിപ്പിക്കുകയാണ്. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പ്രധാനമന്ത്രിയെ പേടിച്ച് ജനങ്ങൾക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. കേരളത്തിൽ വന്ന് ഇവിടെയും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പ്രതികരണം പറഞ്ഞത് പിണറായി വിജയനും പ്രതികരിക്കേണ്ടി വരുന്ന പിണറായി വിജയനും അല്ലെങ്കിൽ കോടിയേരിക്കുമാണ്. വ്യക്തമായ ഒരു മറുപടി എന്തായാലും വന്നില്ല. അതാണ് ഒരു പക്ഷേ അവരെല്ലാം ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ് അണിനിരക്കട്ടെ. ആത്മാർത്ഥമുണ്ടെങ്കിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഈ സർവമത പ്രാർത്ഥനയിൽ ശങ്കർ സാറിന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ അവരോട് വരട്ടെ. BJPക്ക് ഇതിൽ പങ്കില്ലെങ്കിൽ BJPയും വരട്ടെ. BJPക്ക് ഇതിൽ പങ്കില്ലെങ്കിൽ BJPയും വരട്ടെ. BJPക്ക് പങ്കില്ല എന്നാണ് ബഹുമാനായ MS കുമാർ പറയുന്നത്. BJPയും വരട്ടെ. നമുക്കൊന്നും ചെയ്യാം. BJPക്കും CPM-നും ഇതിൽ പങ്കില്ലെങ്കിൽ നിങ്ങളെല്ലാം ആത്മാർത്ഥമായാണ് പ്രതികരിക്കുന്നതെങ്കിൽ എല്ലാവരോടും കൂടിക്കോ. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കെടുക്കുന്ന ഈ മഹത്തായ കേരള ചരിത്രത്തിന്റെ ഭാഗമാകാൻ ആ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത സജീവനിലേക്ക് പോകാൻ കഴിയില്ല. സജീവനും ഒപ്പം തന്നെ PM മനോജ്, MS കുമാർ, പഴകുളം, മധു. എന്തായാലും നാളെ നരേന്ദ്രമോദി എത്തിയതിനു ശേഷം എന്തായിരിക്കും ഒരു പക്ഷേ തുടർ ചലനങ്ങൾ എന്ന് നോക്കി കാണേണ്ട ഒരു സാഹചര്യമാണ്.